ഹലോ ലിവിങ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയാണ്. ഷാർജ എയർപോർട്ടിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള ആ ഒരു ജേണിയാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയത് 3 മണിക്കാണ് കേട്ടോ. 6 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോലും അറിഞ്ഞില്ല സമയം ലേറ്റ് ആയത്. നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ലേറ്റ് ആയിട്ടാണ് കഴിഞ്ഞത്. അങ്ങനെയൊക്കെ പുലർച്ചെയൊക്കെ പോകുമ്പോൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് ഉറങ്ങി എണീറ്റ് ഫ്രഷ് ആയിട്ടാണ് എയർപോർട്ടിൽ പോകാറുള്ളത്. അതിന് പോലും സമയം കിട്ടിയില്ല. പാക്കിംഗ് ഒക്കെ ഹറി ബറി ആയിരുന്നു. അതിനുശേഷം ഞാൻ ക്ലീനിങ്ങിന് നിന്നു. അതാണ് ഉണ്ടായത്. വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തിരക്ക് പിടിച്ച ഒരു ഓട്ടമായിരുന്നു. അതിനുള്ളിൽ നമ്മൾ 3 മണിയായപ്പോൾ ഇറങ്ങി. പക്ഷേ 3 മണിക്ക് ശരിക്കും അവിടെ എത്തണം. 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 hours മുന്നേ എന്തായാലും ബോർഡിങ് നമ്മൾ കംപ്ലീറ്റ് ആവണം എന്നാണ്. അങ്ങനെ നമ്മൾ അവിടെ പോകുന്ന ആ ഒരു ജേണിയാണിത്. പിന്നെ ഭാഗ്യത്തിന് ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമായി കാരണം ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ലല്ലോ. അത് കാരണം നല്ല സുഖമായിട്ട് പോകാൻ പറ്റി. പിന്നെ കുഞ്ഞൂസ് ഉണർന്നിരിക്കുകയായിരുന്നു. അവൻ ഈവനിങ് ഒക്കെ നല്ല പോലെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞൂസ് ഉണർന്നിരിക്കുകയായിരുന്നു. നമ്മളങ്ങനെ ബോർഡിംഗ് പാസ് എടുക്കാനുള്ള ക്യൂവിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞൂസ് നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി. കുഞ്ഞൂസിന് ഈ വട്ടം ഫുൾ ടിക്കറ്റാണ് കേട്ടോ. 2 വയസ്സ് കഴിഞ്ഞ കാരണം ഫുൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അത് കാരണം 3 സീറ്റ് നമുക്ക് ലാവിഷായിട്ട് ഇരുന്ന് പോവാം. പിന്നെ ഇതാ നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെറുതെ കണ്ട് നടന്നു. കാരണം നമ്മുടെ പർച്ചേസിങ്ങും പാക്കിങ്ങും ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇമിഗ്രേഷൻ്റെ അവിടേക്ക് പോവാണ്. നമ്മുടെ ഗേറ്റ് 6 ആണ്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഹാൻഡ് ബാഗേജ് ചെക്ക് ചെയ്യാനൊക്കെ കഴിഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ ഗേറ്റ് 6ൻ്റെ അവിടേക്ക് പോവാണ്. നമ്മുടെ ഗേറ്റിൻ്റെ അവിടേക്ക് തിരിയുന്നതിന് മുന്നായിട്ട് അവിടെ ഇങ്ങനെ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഉപകാരമുള്ളൊരു സംഭവമാണിത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ കുഞ്ഞൂസിനെ പുലർച്ചെ ഇതുപോലെ ഫ്ലൈറ്റായിട്ട് അവൻ്റെ ഉറക്കമൊക്കെ പോയപ്പോൾ അവൻ ആകെ വാശി ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആകെ പെട്ടുപോയ അവസ്ഥയായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കരച്ചിൽ മാറ്റാനും അവരെ ഹാപ്പിയാക്കി വയ്ക്കാനും പറ്റും. അപ്പോൾ കുഞ്ഞൂസ് ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവൻ്റെ ആ ബാഗ് ഊരാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ബാഗ് ഇട്ടിട്ട് തന്നെയാണ് അവൻ കളിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ബോർഡിങ്ങിന് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ 2 കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻജോ ചേട്ടൻ എന്താ കോഫി ഓർഡർ ചെയ്യാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ കോഫി മാത്രമല്ല എന്തെങ്കിലും കഴിക്കാനും വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ചെങ്കിലും പിന്നെ നമ്മൾ രാത്രി മൊത്തം ഉണർന്നിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പാക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ രാത്രി മൊത്തം ഉണർന്നിരിക്കുകയായിരുന്നു. അതിനിടയിൽ സോഡയൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു ഞങ്ങൾ. അപ്പോൾ കോഫി കുടിച്ചിട്ട് ഫ്ലൈറ്റ് കയറാമെന്ന് വിചാരിച്ചു. ഷവർമയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞൂസിനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ബാഗിൽ സെറ്റായിരുന്നു. ബിസ്ക്കറ്റൊക്കെ അവൻ കഴിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ഗേറ്റിലെത്തി. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഫ്ലൈറ്റ് കയറാനുള്ള നീണ്ട ക്യൂ ആണിത്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ.
അങ്ങനെ ഇതാ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവാണ്. ബേബിയുള്ള കാരണം നമ്മളെ കുറച്ച് പെട്ടെന്ന് കടത്തി വിട്ടു. അങ്ങനെ എനിക്ക് ഇപ്പോഴും പേടി തന്നെയാണ് കേട്ടോ ഫ്ലൈറ്റിൽ പോകാമെന്ന് പറയുമ്പോൾ. എന്താണെന്നറിയില്ല, എനിക്ക് ഫ്ലൈറ്റ് ജേണി ഇപ്പോഴും ഒരു ടെൻഷൻ തന്നെയാണ്. ഞാൻ കയറുമ്പോൾ കുരിശൊക്കെ വരച്ച് കൊടുത്തിട്ടാണ് കയറാറ്. ഫ്ലൈറ്റുമേയും വരയ്ക്കും, ഞങ്ങളെല്ലാവരും വരയ്ക്കും. അങ്ങനെ ഇതാ നമ്മുടെ സീറ്റ് എത്തി. നേരെ എന്താ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉറങ്ങണം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ടെൻഷനുള്ള കാരണം എനിക്ക് ഉറക്കം കിട്ടാറില്ല ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഉറങ്ങുന്നവരെ കാണുമ്പോൾ ഞാൻ കൊതിയോടെ നോക്കിയിരിക്കാറുണ്ട്. കുഞ്ഞൂസ് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ കരയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ഉറങ്ങണേ എന്നുള്ളതായിരുന്നു മനസ്സിൽ മൊത്തം പ്രാർത്ഥന. കാരണം 4 മണിക്കൂർ അവനെ സംബന്ധിച്ച് അങ്ങനെ അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും അവൻ കരയാറൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ തട്ടിപ്പുത്തി അവൻ ഉറക്കമാണ് ചെയ്യാറുള്ളത്. ഈ വട്ടം അച്ചുവേട്ടൻ കൂടെയുള്ള കാരണം ഒരു ആശ്വാസമുണ്ട്. പുതിയ ടോയൊക്കെ അവൻ്റെ കയ്യിൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് നേരത്തേക്ക് അതിൻ്റെ പുതുമയൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പുറത്തേത് എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് എടുക്കുന്ന കാണാം. നമ്മുടെ ഫ്ലൈറ്റ് ഇതാ അങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വേറൊരു ഫ്ലൈറ്റ് ഇതാ അപ്പുറത്ത് മൂവ് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഷാർജയുടെ അതിമനോഹരമായ ആകാശ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇതിലും ഇഷ്ടം നമ്മുടെ നാടിൻ്റെ കാണാനാണ് കേട്ടോ. ലാൻഡിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ നാട് ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്.
എനിക്ക് എപ്പോഴും പുലർച്ചെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. പുലർച്ചെ കയറിയിട്ട് മോർണിംഗ് നമ്മുടെ നാട്ടിലെത്തുന്ന രീതിയിൽ. കാരണം ആ സമയത്തെ വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. രാത്രിയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു ലാൻഡിങ് ടൈമിലും ടേക്ക് ഓഫ് ടൈമിലും ആ ഒരു വ്യൂ അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ നല്ല മേഘങ്ങളൊക്കെ കണ്ട് നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ടൈമിൽ ട്രാവൽ ചെയ്യാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ എൻജോ ചേട്ടൻ ഒരുറക്കൊക്കെ കഴിഞ്ഞ് പതുക്കെ എണീറ്റിട്ടുണ്ട്. ഇനിയും ഉറങ്ങാനുള്ള പുറപ്പാട് തന്നെയാണ് എൻജോ ചേട്ടൻ. കുഞ്ഞൂസും സൈഡായിട്ടുണ്ട്, അവനും ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രം ഉറങ്ങുന്നില്ല, എനിക്ക് മാത്രം ഉറക്കം വരില്ല ഫ്ലൈറ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് മോഷൻ സിക്നെസ്സിൻ്റെ പ്രശ്നമുള്ള കാരണം ടാബ്ലറ്റ് കൂടി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കൂടി സഡേഷനുള്ള ടാബ്ലറ്റ് ആയിട്ട് കൂടി ഞാൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ജേണിയിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. മേഘങ്ങൾക്ക് മീതെയുള്ള ഈ ഒരു യാത്രയാണ് ഏറ്റവും അടിപൊളി ഒരു വ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിൻഡോസൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട് പറഞ്ഞു കേട്ടോ ക്യാബിൻ ക്രൂ വന്നിട്ട്. കാരണം നല്ല രീതിയിൽ സൺലൈറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങാനൊന്നും പറ്റില്ല, അത്ര നല്ല രീതിയിൽ സൺലൈറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലോസ് ചെയ്തിട്ടു. അപ്പോഴാണ് ഞാനൊന്ന് കണ്ണടച്ചിരുന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയത്. കടലാണ് കേട്ടോ താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലാൻഡിങ് ടൈമായി, കാത്തിരുന്ന ആ ഒരു മൊമെൻ്റ് ആയിട്ടുണ്ട്. നമ്മുടെ നാട് കണ്ട് തുടങ്ങി. അപ്പോൾ എങ്ങനെയൊക്കെയോ 4 മണിക്കൂർ കഴിച്ചു കൂട്ടിയെന്ന് വേണം പറയാനായിട്ട് എൻ്റെ കാര്യത്തിൽ കേട്ടോ. എൻജോ ചേട്ടനും ഒക്കെ നല്ല രീതിയിൽ ഉറങ്ങി. കുഞ്ഞൂസ് ഇതാ എണീറ്റ് കുറച്ച് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ അവന് പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ച ഇതാണ്. ഫുള്ള് പച്ചപ്പൊക്കെ കണ്ട് നമ്മുടെ നാട് കാണുന്ന ആ ഒരു സുഖം അതൊരു വേറെ തന്നെയാണ് കേട്ടോ. ആ ഒരു ഫീല് പ്രവാസികൾക്കാണ് ഇത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു വ്യൂ കാണുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഫീലാണ് ഈ നാട് കാണുമ്പോൾ ഉള്ളത്. നമ്മുടെ നാടിൻ്റെ ആ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ലാൻഡിങ് ഇത്രയും മനോഹരമാക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് തോന്നാറുള്ളത്. തിരിച്ച് നമ്മൾ ഷാർജയിലോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നാറില്ല. കാരണം ബാക്ക് ടു നമ്മുടെ വർക്ക് ലൈഫ്, നമ്മുടെ ഒരു റുട്ടീൻ ലൈഫ് ആവുമല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ ബന്ധുക്കളെയും വീട്ടുകാരെയൊക്കെ വിട്ടുപിരിഞ്ഞ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വിഷമവും, ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എക്സൈറ്റഡ് ആയിരിക്കും നമ്മൾ. പെട്ടെന്ന് ലാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ ധൃതി കൂട്ടി ഇറങ്ങി ഓടാൻ നോക്കും. ഓരോ പ്രവാസിയും ഈ ഒരു കാഴ്ച കാണാനും ഈ ഒരു നിമിഷങ്ങളും വെയിറ്റ് ചെയ്താണ് ദിവസങ്ങളും മാസങ്ങളും എണ്ണി കാത്തിരിക്കുന്നത്. ലാൻഡിങ്ങിൻ്റെ തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളാണ് കേട്ടോ. അത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റും.
അങ്ങനെ നമ്മൾ സേഫ്ലി ലാൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇമിഗ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബേബി ഉള്ള കാരണം, കുഞ്ഞൂസ് ഉള്ള കാരണമാണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടിയത്. അപ്പോൾ നമുക്ക് നടക്കാതെ കഴിഞ്ഞു. നമ്മളും പിന്നെ വേറൊരു ഫാമിലിയും ഉണ്ടായിരുന്നു കേട്ടോ. ബേബീസ് ഉള്ളൊരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു. ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സൊക്കെ എപ്പോഴും പെട്ടെന്ന് കഴിയാറുണ്ട്. ബാഗേജ് കിട്ടാനാണ് നമുക്ക് എപ്പോഴും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറ്. ഈ പ്രാവശ്യം എന്താവുമെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെ വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി നമ്മൾ ബാഗേജ് ക്ലെയിമിനായിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന സ്റ്റാഫുകളാണ് കേട്ടോ ഇത്. കുഞ്ഞൂസ് ഉറങ്ങി എണീറ്റപ്പോൾ കുറച്ചൊന്ന് വാശി പിടിച്ചെങ്കിലും പിന്നെ ആളങ്ങ് ഉഷാറായിട്ടുണ്ടായിരുന്നു, നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ അവനെ എടുക്കാനായിട്ട് വാശി പിടിക്കാറുണ്ട്. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ആൾ ഉഷാറായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്സിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബാഗേജിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇപ്രാവശ്യം ലഗേജ് പെട്ടെന്ന് കിട്ടിയായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ കുറേ നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല, കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ലഗേജ് വന്നായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വരാൻ ലേറ്റ് ആയതാണോ എന്നും പറയാൻ പറ്റില്ല. നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി, പിന്നെ കുഞ്ഞൂസ് പതുക്കില്ല നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ബാഗേജൊക്കെ കിട്ടി. എൻ്റെ ഫ്രണ്ടാണ് പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മുടെ വീടിനടുത്ത് എത്താറായി. വീടിനടുത്തുള്ള പള്ളിയാണ് കേട്ടോ ഇത്, റോക്കി പുണ്യാളുടെ പള്ളിയാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി. അതാ പാഴമൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് മഴക്കാലത്തിൻ്റേതായിട്ടുള്ള എല്ലാ ഭംഗിയിലും നിൽക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ വഴിയിലിറങ്ങിയിട്ട് ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. ലഞ്ച് നമ്മൾ വീട്ടിലെത്തിയിട്ട് കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു. പിന്നെ നമ്മുടെ അവിടേക്ക് ശരിക്കും തൃശ്ശൂർക്ക് ഒരു 1 hour ജേണിയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നുള്ളത്. വേറെ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 1.5 hours അത്രയാണ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ നാടാണ് ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണിത്. അമ്മാടം ആണ് നമ്മുടെ സ്ഥലം വരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി, അമ്മടുത്ത് നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ കുഞ്ഞൂസിന് വലിയ പരിചയക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വീടെത്തിയ സന്തോഷം അവനും ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അമ്മ അടുത്ത് വന്ന കുഞ്ഞു.